ഈ പറയുന്ന യൂട്യൂബേഴ്സ് അടക്കം ധാരാളം പേര് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? ഈ പറയുന്നവരൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എൻ്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13 ബ്ലൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണം. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും അവര് കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. ഭക്ഷണം കഴിക്കല്ലായിരുന്നു. ഈ രണ്ടാമത്തെ ഭാഗം വന്നിരുന്നു നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് ചെയ്യാമെന്നുള്ളത്. ചെയ്യാനൊന്നുമില്ല, അതിനകത്തും അഭിഹിതവും ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമാണ്. ഈ ഇന്റർവ്യൂവിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവതാരകൻ ചോദിക്കുന്നതിനുള്ള മറുപടി അല്ല ഈ പറയുന്ന ഏത് കാര്യത്തിലും ഈ ലക്ഷ്മിപ്രിയ പറയുന്നത്. അപ്പോഴത്തേക്ക് അൻസിബയുടെ വെള്ളമടിച്ച കഥകളും അൻസിബയുടെ റൂമിൽ ഒരാൾ വന്നു, ഒരു താടിയും മീശയും വെച്ച ഒരാൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ താടി മീശ താടി എന്നൊക്കെ എടുത്തു പറയുന്നതിന്റെ കാര്യം അത് വേറൊരു തലത്തിലേക്ക് ഈ ഒരു ചർച്ചയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പക്ഷെ ഇതാരും ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. ഇതാണല്ലോ ലക്ഷ്മിപ്രിയക്ക് വരുന്ന പരാജയം. നിങ്ങളിപ്പോ കേട്ട് കാണും ലക്ഷ്മിപ്രിയയോട് അവതാരകൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ യൂട്യൂബേഴ്സ് എല്ലാം പറയുന്നുണ്ടല്ലോ നിങ്ങൾ അങ്ങനെ മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നൊരു ജീവിയൊക്കെ ചിരിച്ചിട്ട് അതിന്റെ ഉത്തരത്തിൽ നിന്ന് തെന്നി മാറി. ആരെങ്കിലും എന്നാ ഫോട്ടോ കൊണ്ട് കാണിക്കട്ടെ, വീഡിയോ കൊണ്ട് കാണിക്കട്ടെ, പക്ഷെ ഞാൻ അൻസിബയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് തെളിവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ അൻസിബ വെള്ളം അടിച്ചാലും ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ വെള്ളം അടിച്ചാലും ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിൽ വരുമ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പൊ ഇതുവരെയും അതിന് യെസ് ഓർ നോ എന്നുള്ള ഒരു ഉത്തരത്തിന് പകരം അവിടെ ഇരുന്ന് ചിരിച്ചിട്ട് നേരെ അൻസിബയുടെ വിഷയങ്ങളിലേക്ക് ചാടി പോകുന്നത് ലക്ഷ്മിപ്രിയയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തോ പറ്റിയാലും കുഴപ്പമില്ല, പക്ഷേ അൻസിബയെ നമുക്ക് ഇല്ലാതാക്കണം. ആ ഒരു ഇതിന്റെ പേരിലാണ് ഈ ചർച്ച തന്നെ പോകുന്നത്. എന്ന് വെച്ചാൽ ആ ചർച്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവതാരകന്റെ മൈക്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ മൈക്ക് പ്രവർത്തിക്കുന്നില്ലായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും മനസ്സിലാവും, പുള്ളി പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ലക്ഷ്മിപ്രിയ ഉത്തരം പറയുന്നത് വേറെ വേറെ കാര്യങ്ങൾക്കാണ്. അപ്പം ടിനി ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനി ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എൻ്റെ അങ്ങനെ സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ടിനി ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്. അതിൽ എനിക്ക് എന്താണ്, അവർ കന്യാകുമാരി പോയാലേ. നിങ്ങളിപ്പോ കേട്ട് കാണും പറയുന്നത് അത് അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ്, ഇതിനകത്ത് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതേ നാക്കുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ അവർക്ക് 3000 രൂപ കൊടുത്തു, 3 ദിവസം അവരോട് താമസിച്ചു എന്ന് പറഞ്ഞ. ഞാൻ പരദൂഷണം പറയില്ല, പക്ഷെ ഞാൻ 3000 രൂപ കൊടുത്തു. അവര് 3 ദിവസം അവരവിടെ താമസിക്കുകയും ചെയ്തു. അത് പരദൂഷണത്തിൽ പെടത്തില്ല, അത് പേഴ്സണൽ വിഷയങ്ങളിൽ പെടത്തില്ല. ഈ പേഴ്സണൽ ഇഷ്യൂ എന്ന് പറയുന്ന ഈ സംഭവം എടുത്ത് വെളിയിലിട്ടത് ആരാണ്? ഇതെല്ലാം ഇട്ടത് ഈ ലക്ഷ്മിപ്രിയ തന്നെയാണ്. അൻസിബ അമ്മയിലെ വിഷയങ്ങളല്ലാതെ വേറെ ഒരു പേഴ്സണൽ വിഷയങ്ങളും പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടേ ഇല്ല. അതൊരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല, ചാനലുകാരുടെ ചർച്ചയിലും പറഞ്ഞിട്ടില്ല, ഒന്നിലും പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മയിൽ നടക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് അൻസിബ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. പക്ഷെ ലക്ഷ്മിപ്രിയ അങ്ങനെയല്ല. വരുന്ന മീഡിയാസിനോടും പോകുന്ന മീഡിയാസിനോടും വന്ന് വിളിച്ചു വരുത്തിയ മീഡിയാസിനോടും ഒക്കെ പറയുന്നത് അൻസിബയുടെ പേഴ്സണലായ വിഷയങ്ങൾ മാത്രം, കുറ്റങ്ങൾ മാത്രം. അൻസിബയെ മോശക്കാരി ആക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ മോശക്കാരി ആയിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ ലക്ഷ്മിപ്രിയ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ടിനി ടോം വിളിച്ചു ചോദിച്ചു, ഇവർ കന്യാകുമാരിയിൽ അൻസിബ പോയതിനെ കുറിച്ച് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചത്. അപ്പൊ ഈ ടിനി ടോം എന്താണ് അൻസിബയുടെ പുറകിൽ പോകാൻ കാര്യം? ഫുൾ ടൈം അൻസിബയുടെ പുറകിലാണോ ഇനി ടിനി ടോം? അല്ല, ടിനി ടോമിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ അൻസിബയെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ വല്ലതും, അൻസിബയുടെ വീട്ടുകാർ വല്ലതും ഈ ടിനി ടോമിനോട് അൻസിബ എവിടെ പോകുന്നു, എവിടെ വരുന്നു, ആരുടെ കൂടെ പോകുന്നു, ആരുടെ കൂടെ വരുന്നു, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കുന്നു, എവിടെ ഇരിക്കുന്നു, എവിടെ നിൽക്കുന്നു എന്ന് ഈ അൻസിബയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അൻസിബയുടെ സഹോദരങ്ങളോ അമ്മയോ ആരെങ്കിലും ഈ പറയുന്ന ടിനി ടോമിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ അൻസിബ എവിടെ പോകുന്നു എന്നറിയാൻ? എന്തുകൊണ്ട് ടിനി ടോം വിളിച്ച അൻസിബയുടെ ഈ വിഷയം ഈ ലക്ഷ്മിപ്രിയയോട് ചോദിക്കണം? അപ്പൊ ഈ ലക്ഷ്മിപ്രിയയും ടിനി ടോമും തമ്മിൽ ഇതിന് മുന്നേയും സംസാരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നടക്കുന്നുണ്ട്.
അൻസിബയാണ് അവരുടെ ടാർഗറ്റ്. ഇപ്പോൾ ഈ അമ്മയിലെ ഈ വിഷയങ്ങൾക്ക് മുന്നേയും ഈ അൻസിബ പറഞ്ഞിരുന്നു, ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിക്കും എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മയിൽ തന്നെ. അപ്പം അതിനൊക്കെ പിറകിൽ ആരാണ്? ഈ പറയുന്ന ഈ ടിനി ടോം എന്ന് പറയുന്ന ആളും ഈ ലക്ഷ്മിപ്രിയ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ ടിനി ടോം എന്തിനാണ് ഈ പറഞ്ഞ അൻസിബയുടെ വിഷയങ്ങൾ ഇടപെടുന്നത്? അൻസിബ കന്യാകുമാരിക്കോ കാസർഗോഡോ ഗൾഫിലോ എവിടെയെങ്കിലും പോട്ടെ, എന്തിന് ടിനി ടോം വിളിച്ച് ഈ ലക്ഷ്മിപ്രിയയെ അന്വേഷിക്കണം? ഇത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ ടിനി ടോമിനെ അൻസിബ എവിടെ പോകുന്നു വരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്? ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ്? ഇതെല്ലാം ഈ പറഞ്ഞ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ അതെ, അല്ല അല്ല. പക്ഷേ ചിലരൊക്കെ ചെയ്യുമ്പോ അത് പിന്നെ എന്താ പറയാ, അത് ഭയങ്കര നിയമവിരുദ്ധമല്ലാത്തതും എന്നെ പോലത്തെ ആൾക്കാർ, ഇപ്പൊ ഞാൻ ചെയ്തു എന്നല്ല പറയുന്നത്, എന്നെ പോലത്തെ ഉള്ള ആൾക്കാർ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ, അവിടെ പോയാൽ, അവിടെ കൂട്ടിരുന്നാൽ, ഞാൻ പോയിട്ടേ ഉള്ളൂ, കയ്യും കെട്ടി അവിടെ നോക്കി ഇരുന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോ അതൊക്കെ എന്താ പറയാ നിയമവിരുദ്ധവുമാകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ എല്ലാവരും. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് നിയമവിരുദ്ധം? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് നിയമവിരുദ്ധം? ഈ ബാറിൽ പോയി വെള്ളം അടിച്ചു എന്ന് പറഞ്ഞ നിയമവിരുദ്ധമാണോ? ഇന്ത്യയിൽ തന്നെയല്ലേ ഈ ബാറ്? അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയല്ലേ ഈ ബാറ്? സർക്കാർ അനുവദിച്ചിട്ടുള്ളതല്ലേ ഈ ബാറ്? അവിടെ വെള്ളം അടിക്കാൻ പോകുന്നവർക്ക് വെള്ളം അടിക്കാം, ഫുഡ് കഴിക്കാൻ പോകുന്നവർക്ക് ഫുഡ് കഴിക്കാം. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിലെന്താണ് നിയമവിരുദ്ധം? ഞാൻ കൂട്ടുപോയി ഇരുന്നതേ ഉള്ളൂ, ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് മനസ്സിലായോ? അൻസിബ നൈമിലി ഒരു മുസ്ലിമാണ്. അപ്പം ഈ സമുദായത്തിന്റെ ഇടയിൽ അൻസിബയെ മോശക്കാരിയാക്കുക എങ്ങനെ? അൻസിബ വെള്ളമടിക്കാരിയാണ്, അൻസിബ വെള്ളമടിക്കും. ഈ മുസ്ലിം ആണെന്ന് പറഞ്ഞാലും ഈ അൻസിബ വെള്ളമടിച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അൻസിബയുടെ പേഴ്സണൽ കാര്യങ്ങൾ, അൻസിബ വെള്ളം അടിക്കാതിരിക്കോ അതിനൊക്കെ ഉള്ള ഉത്തരങ്ങളൊക്കെ അൻസിബ പറയേണ്ടടുത്ത് പറഞ്ഞോളും. അതൊന്നും അൻസിബ ഇപ്പൊ വെള്ളമടിച്ചെന്ന് പറഞ്ഞ് സമുദായത്തിന് ഒരു പ്രശ്നവും വരാനില്ല. അൻസിബ മാത്രമല്ല, അങ്ങനെ നാമധാരികളായ എത്രയോ പേര് വെള്ളമടിക്കുന്നുണ്ട്. അതൊന്നും ഈ പറയുന്ന മുസ്ലിം സമൂഹത്തെ ബാധിക്കത്തില്ല. പക്ഷെ അത് ആ സമുദായത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഈ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് ലക്ഷ്മിപ്രിയ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരാരും ഇത് മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നമ്മള് എല്ലാം ഒരുക്കി, ഭക്ഷണം അറേഞ്ച് ചെയ്തു, സമ്മാനങ്ങൾ, കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഒരു ഗ്ലാസ് ചായ കുടിച്ചോ എന്ന് പോലും ഒരു മനുഷ്യരും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഞങ്ങൾ 15 പേരും ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് നിന്നത്. ലാസ്റ്റ് ദാഹിച്ച് തൊണ്ട ഉണങ്ങുന്ന സമയത്ത് ജോയ് മാത്യു ചേട്ടനോ എവിടുന്നോ ആരോ പൊട്ടിച്ചിട്ട് ബാക്കി വെച്ച ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് എനിക്ക് തരുവാണ് ചെയ്തത്. ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ഈ വന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെ ഇഷ്ടംപോലെ തെറിയൊക്കെ പറഞ്ഞ് കൈ നിറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ അങ്ങ് പോയി. അതോടുകൂടിയിട്ട് ഇത്തരം ആൾക്കാരെ സേവിക്കുന്നതിനോ ഇത്തരം ആൾക്കാരുടെ ഇടയ്ക്കോ ലക്ഷ്മിപ്രിയെ പോലൊരാൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷന്റെ പുറത്തെടുത്ത്, അങ്ങനെ ഞാൻ ഇമോഷണലാണ്, ശരിയാണ്, എനിക്ക് ഫീലിങ്സ് ഒന്നും ഹൈഡ് ചെയ്യാനായിട്ട് അറിയില്ല. വളരെ സാധുവായിട്ടുള്ള, വളരെ സത്യസന്ധയായിട്ടുള്ള, സത്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഘോരം ഈ ഡയലോഗ് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഓടി വരുന്നത് ഈ കുഞ്ഞിക്കൂരൻ സിനിമയില് ദിലീപ് തന്നെ ദിലീപിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ദിലീപ് തന്നെ പുകഴ്ത്തി വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് സ്വയം പുകഴ്ത്തലാണ്. ഇതിനകത്ത് ഇമോഷണൽ ആയിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, ഞങ്ങൾ അത് ചെയ്തില്ല, ബാക്കി വന്നവരെല്ലാം വയർ നിറച്ച് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങളെ തെറി വിളിച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നിങ്ങളൊരു സംഘാടക സമിതിയിലുള്ളതാണ്. നിങ്ങളൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. അതൊക്കെ നിങ്ങൾ നേരത്തെ കരുതണ്ട. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ സംരംഭമൊന്നും അല്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ഫുഡ് കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് വിശ്വസിക്കാൻ. എന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഇത്രയും വലിയ എമൗണ്ട് വാങ്ങിച്ച് ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ നിങ്ങളൊരു മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഇത്രയും ഒരു കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു വെള്ളം പോലും ഇല്ല എന്ന് അവിടെ അമ്മയുടെ പരിപാടിയിൽ വെള്ളം പോലും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇട്ട് തരും. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ തെറി കേട്ടിട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ കുറച്ച് ഇമോഷണൽ ആവും, ഞാൻ സത്യങ്ങൾ മാത്രമേ പറയൂ എന്നൊക്കെ സ്വന്തമായിട്ടാണ് പറയുന്നത്. പക്ഷെ മറ്റൊരാൾ വന്ന് പറയുന്നില്ല ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പറയുന്നത് സത്യമാണെന്ന്. പക്ഷെ അൻസിബ പറയുന്നത് സത്യമാണെന്ന് ഒരുപാട് പേര്, ഭാഗ്യലക്ഷ്മി, അതുപോലെ തന്നെ നീന കുറുപ്പ്, അതുപോലെ മാല പാർവതി, അങ്ങനെ കുറെ പേര് വന്നിട്ട് അൻസിബ നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിത്വമാണ്, അൻസിബ പറയുന്നില്ല 100% ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്ന അതല്ല. ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞതിനുള്ള ആൻസറാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അമ്മ എന്ന
മീറ്റിംഗ് നടക്കുമ്പോഴായിട്ട് പരിപാടി നടക്കുമ്പോഴായിട്ട് അവിടെ പച്ചവെള്ളം പോലും എടുക്കാനില്ല, പച്ചവെള്ളം പോലും കുടിക്കാനില്ല. അത്രയും കഷ്ടപ്പാടാണോ അമ്മയുടെ അവിടെ? എന്നാ പിന്നെ ആ സംഘടന പിരിച്ചു വിടുന്നതാണ് നല്ലത് മൊത്തത്തില്. എന്നുവെച്ചാൽ വലിയ നഷ്ടത്തിലാണല്ലോ കമ്പനി. സഹോദരങ്ങളാണ്, സഹപ്രവർത്തകരാണെന്നൊക്കെ. ഈ സഹോദരനെയോ സഹപ്രവർത്തകനെയോ ഒന്ന് കണ്ടാൽ അദ്ദേഹം ഒന്ന് മിണ്ടുക പോലും നമ്മളെടുത്ത് ചെയ്യില്ല. മനസ്സിലായോ? എന്റെ അനുഭവം അല്ല, ഒരുപാട് പേർക്ക് എന്റെ അനുഭവം മാത്രമേ, എനിക്ക് അത് തന്നെയാണ് അനുഭവം. എന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രമുഖ നടന്റെ അടുത്ത്, അതാണ് എന്റെ മൂന്ന് വലിയ മനുഷ്യർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം പോലും അതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്? സമൂഹത്തിൽ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണോ മനുഷ്യനെ വലിയവനാക്കുന്നത്? മനുഷ്യനെ വലിയവനാക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് പോലും എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോട് യാതൊരു ഇതുമില്ലാത്ത ഓരോ അതെനിക്ക് പറയാൻ താല്പര്യമില്ല. ഒരു വലിയ നടൻ, മഹാനടൻ, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ മെസ്സേജൊക്കെ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ലക്ഷ്മിപ്രിയയുടെ പുസ്തക പ്രകാശനത്തിനും ലക്ഷ്മിപ്രിയയുടെ പുസ്തകത്തിന് അവതാരിക എഴുതാൻ, ആ മഹാനടൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. എല്ലാവർക്കും അറിയാം ആ മഹാനടൻ ആരാണെന്നുള്ളത്. ഇനി പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയുന്നത്. എന്തുകൊണ്ട് ആ മഹാനടൻ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ വിളിച്ചോണ്ട് ലക്ഷ്മിപ്രിയയുടെ പുസ്തക പ്രകാശനത്തിന് പോയില്ല? അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യം വേറെ ഉണ്ട് ലക്ഷ്മിപ്രിയയുടെ മനസ്സിൽ. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ അമ്മയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് ഈ ലക്ഷ്മിപ്രിയ തന്നെ ഇപ്പൊ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ നടന്മാരും ചെറിയ നടന്മാരും, ഞാൻ നേരത്തെ എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു പക്ഷാഭേദമുണ്ട്. എന്താ, ഞങ്ങൾ വലിയൊരു നടന്മാരാണ്, ഞങ്ങൾ ചെറിയ നടന്മാര്, ചെറിയ ആർട്ടിസ്റ്റുകളെ ഒന്നും അവർ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാറില്ല. അത് സത്യമാണ്. അത് ഈ ലക്ഷ്മിപ്രിയ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അത് വലിയ വലിയ താരങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ മഹാനടന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർ പബ്ലിക്കിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവർ കെട്ടിപ്പിടിക്കുകയും അവർ കുശലം പറയുകയൊക്കെ ചെയ്യും. പക്ഷെ പേഴ്സണലി ഒന്ന് നോക്കിയേ, അവരെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി നിൽക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് അമ്മയിൽ ഇന്നെന്നല്ല, നേരത്തെ ഇങ്ങനെ പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ചില ആൾക്കാരുടെ അണ്ടറിലാണ് ഈ പറയുന്ന അമ്മ എന്ന സംഘടന. ഇപ്പോൾ പബ്ലിക്കിലേക്ക് ഈ വലിയ വലിയ മഹാനടന്മാരൊന്നും പബ്ലിക്കിൽ വന്നൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തവും ചരട് വലി പുറകിൽ നിന്ന് അവർ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയും കളിക്കുകയും വലിയ സ്റ്റൈല് കാണിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ വേറെ അയ്യോ എന്തോ ഒരു ഭാവം, എന്തോ ഒരു നിഷ്കളങ്കത എന്ന് വിചാരിക്കും. പക്ഷെ അതിനകത്ത് അങ്ങനെയൊന്നും അല്ല. അപ്പം ലക്ഷ്മിപ്രിയ പറഞ്ഞതിൽ ഇതിൽ കുറച്ച് സത്യമുണ്ട്, കുറച്ച് സത്യമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയയുടെ ഈ പറയുന്ന ഈ പുസ്തക പ്രകാശനത്തിന് പോയില്ല എന്ന് പറയുന്നു, അത് ഓക്കെ. അത് പുള്ളി മെസ്സേജ് അയച്ചെന്ന് പറയുന്നത് നോട്ട് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇല്ലായിരുന്നു, അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ അത് ലക്ഷ്മിപ്രിയക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിലും ലക്ഷ്മിപ്രിയക്ക് ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മിപ്രിയ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇനി വലിയും വളർന്ന് പന്തലിക്കുമ്പോഴത്തേക്ക് വരാൻ സാധിക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞ് പാളീസായി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ലക്ഷ്മിപ്രിയ ഈ താടി വെച്ച് മീശ വെച്ച ഒരാൾ നിരന്തരം കാണാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ അൻസിബ മദ്യം കഴിക്കുന്നു എന്ന് പറഞ്ഞ് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതൊന്നും പരാജയപ്പെട്ടു എന്ന് പറയുന്നല്ലോ. ഇതിന്റെ ആദ്യം ഈ പ്രശ്നമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ ഒരു ഇന്റർവ്യൂ ചാനലുകൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു, ചാനലുകാർക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം, അതിൽ നമുക്ക് ഇതിനുള്ള മറുപടി ഉണ്ട്. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ഇതിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് പറയണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ കൊടുത്തത് ലക്ഷ്മിപ്രിയ പറയുന്ന കള്ളത്തരത്തിന്റെ ഒന്നാം ഭാഗമാണിത്. കാരണം ഫസ്റ്റ് ടൈമിൽ പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാൽ മതവർഗീയവാദികൾ ഈ പറഞ്ഞ അൻസിബയ്ക്ക് പുറകിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു മതവർഗീയവാദികളെയും ഒരു മതത്തിന്റെ ആൾക്കാരോ അൻസിബയെ പിന്തുണച്ചതായിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അൻസിബയെ പിന്തുണയ്ക്കാൻ ഒരു ജാതിയിൽ നിന്നോ ഒരു മതത്തിൽ നിന്നോ ഒരാൾ പോലും വന്നിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇത് സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് മനസ്സിലാക്കുന്നവർ കമന്റ് ഇടുന്നു എന്നുള്ളതല്ലാതെ ഒരു സമുദായത്തിന്റെയും സപ്പോർട്ട് ഇതുവരെയും ഈ പറയുന്ന അൻസിബയ്ക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും വലിയ ന്യൂസൊക്കെ ആയല്ലോ, ഇതുവരെ എത്രയോ ചാനലുകാർ നോക്കി നടക്കുന്നു. ആർക്കും അൻസിബയ്ക്ക് ഇങ്ങനെ മതബന്ധമുള്ള സംഘടനയുമായിട്ടോ ആൾക്കാരുമായിട്ടോ ബന്ധമുണ്ടായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തള്ളാണ്. എന്ന് വെച്ചാൽ ഒരാളെ എത്രമാത്രം മോശക്കാരാക്കാം അത്രമാത്രം ഞാൻ മോശക്കാരിയാക്കും എന്നുള്ള രീതിയിൽ അത് വേറെ രീതിയിൽ ഇത് കൺവെർട്ട് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഈ ലക്ഷ്മിപ്രിയയുടെ ഈ സംഭവം ഏറ്റില്ല എന്നുള്ളതാണ്. ആരും ഇത് ഏറ്റുപിടിക്കാൻ പോയില്ല. എന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയെ കുറിച്ച് നേരത്തെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നുണ്ട്. മറ്റൊരു കാര്യം അത് പറയുന്നുണ്ട്, ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് ഞാൻ സാധാരണ കൊടുക്കുന്ന പോലെ കൊടുത്തുള്ളൂ, ചെറിയ ഒരു കംപ്ലൈന്റ് രീതിയിലാണ് ഞാൻ കൊടുത്തത്.
കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പറയണമെന്ന് മാത്രമായിട്ടാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്താണെന്നാണ് പറയുന്നത്. ഇവിടെ ലക്ഷ്മിപ്രിയ പറയുന്നത് രണ്ടാമത്തെ കള്ളത്തരം. നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന മിഥുൽ രാജ് അബ്ദുൽ എന്ന് പറയുന്ന ആ ഫേസ്ബുക്ക് പേജിൽ പൊക്കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ കോപ്പി അവിടെ ഇട്ടുണ്ട്, ഞാൻ ഇവിടെ വെക്കാം. ആ പരാതിയുടെ കോപ്പി അവിടെ ഇട്ടിട്ടുണ്ട്. ആ പരാതിയിൽ പറഞ്ഞേക്കുന്നത് മൊത്തവും ഭർത്താവ് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെതിരെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അൻസിബയെ കുറിച്ച് അതിനകത്ത് പറയുന്ന തുച്ഛമായ വാക്കുകൾ മാത്രമാണ്. അങ്ങനെ ഒരു ഫോട്ടോയോ വല്ലതും ഉണ്ടെങ്കിൽ അതിവിടെ എത്തിക്കണം, അല്ലെങ്കിൽ അത് കാണിക്കണം തെളിവായി, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അൻസിബയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ പരാതിയിൽ ഒരു 75% സ്വന്തം ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലും, സ്വന്തം ഭർത്താവ് ഈ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെയാണ് അതിനകത്ത് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മിപ്രിയ സ്വന്തം പല്ല് കുത്തി നാറ്റിക്കുകയാണെന്നുള്ളതല്ലാതെ എനിക്ക് ഇതിനകത്ത് മറ്റൊന്നും പറയാനില്ല. ഏത് എടുത്താലും അവിഹിതം ഇത്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ അമ്മയിലെ വിഷയങ്ങളല്ല ഇവിടെ ലക്ഷ്മിപ്രിയ പല ചാനലുകാർക്ക് ഇന്റർവ്യൂവിൽ കൊടുക്കുമ്പോൾ പറയുന്നത്. അൻസിബയുടെ ഫോൾട്ടുകൾ, അല്ലെ അൻസിബയുടെ എങ്ങനെ അൻസിബയെ ഇല്ലാതാക്കാം, അതിനു വേണ്ടി കഥകൾ മെനഞ്ഞ് ആ കഥകൾ ഉണ്ടാക്കി, ഓക്കെ അൻസിബ അങ്ങനെ മദ്യപിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറൊരാളുമായിട്ടൊരു കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ, ഇതെല്ലാം ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഇപ്പം അൻസിബയ്ക്ക് ചെയ്തുകൂടായൊന്നുമില്ല. മദ്യപിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരാൾ മദ്യപിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ മദ്യപിക്കുന്നത് തെറ്റല്ല. അതാണായാലും ആണുങ്ങൾക്ക് മദ്യപിക്കാം, പെണ്ണുങ്ങൾക്ക് മദ്യപിക്കേണ്ട എന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരാളുമായിട്ട് ലിവിങ് ടുഗദർ നടത്തുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. ഇതൊന്നും നോക്കാൻ ആർക്കും സമയമില്ല. പക്ഷെ ലക്ഷ്മിപ്രിയ അതല്ല. ലക്ഷ്മിപ്രിയ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് അൻസിബയെ കൊടുക്കണം. അതിനുവേണ്ടി ഇനിയും കഥകൾ മെനഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ലക്ഷ്മിയെ പ്രിയയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ചു നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അവിടുന്ന് രാജിവെക്കുമ്പോഴായിക്കോട്ടെ, അമ്മയുടെ വിഷയങ്ങളല്ലാതെ ഒരാളെയും പേഴ്സണലായി അവിടെ അൻസിബ ഹരാസ് ചെയ്യുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിനുശേഷം ഇവർ ഫുൾ ടൈം ലക്ഷ്മിപ്രിയയെ പോലുള്ളവർ ഈ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയും, അൻസിബയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയും, അതിലെ എങ്ങനെ ഫാൾട്ട് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പബ്ലിക്കിലേക്ക് എടുത്തിട്ട് കൊടുക്കാം എന്നും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മിപ്രിയയും മറ്റുള്ളവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇതെല്ലാം ഈ കർമ്മ എന്നൊരു സാധനം എല്ലാം തിരിച്ചടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആളിന്. എന്നുവെച്ചാൽ എന്തെല്ലാം കൊണ്ടുവന്നോ അൻസിബയ്ക്കെതിരെ, അതെല്ലാം തിരിച്ച് ബൂംറാങ് പോലെ തിരിച്ച് ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ ഏൽക്കുന്നു എന്നുള്ളതാണ്. നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറെ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അത് തന്നെ, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തോ ഉള്ളതോ ഇവിടെ കേരളത്തിൽ ആർക്കും ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അമ്മ എന്ന സംഘടന,
സിനിമാ താരങ്ങളുടെ സംഘടന, വലിയൊരു സംഘടന. ആ സംഘടനയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും അത് നമ്മളെപ്പോലുള്ളവരെയും ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാര്, നടിമാര് എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ നമുക്കും അതിനകത്ത് അഭിപ്രായം, വെളിയിൽ അതിന്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്കും അതിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക്കിൽ വരുമ്പോഴാണല്ലോ നമ്മൾ ഇത് ചർച്ചയാക്കുന്നത്. പബ്ലിക്കിൽ വന്നില്ലെങ്കിൽ നമ്മൾ ചർച്ചയാക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. ഈ പറയുന്ന പബ്ലിക്കിന് തന്നെയാണ് ഈ അൻസിബയെ കുറിച്ചുള്ള ഓരോ വിഷയങ്ങളും, ഉള്ളതും ഇല്ലാത്തതുമായ വിഷയങ്ങൾ കുത്തിത്തിരുകി ലക്ഷ്മിപ്രിയ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? അമ്മയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നല്ലോ, ആ വന്നതിന്റെ ഒരു ദേഷ്യം, ആ ദേഷ്യം തീർക്കുന്നതാണ്. പക്ഷെ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും ലക്ഷ്മിപ്രിയ വാല് വെക്കുമ്പോഴേ എന്തിനാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇതൊന്നും ഏറ്റില്ല എന്നുള്ളതാണ്. ഏത് മോശക്കാരി ആയിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ലക്ഷ്മിപ്രിയയാണ്. കാരണം എന്താണ്? ലക്ഷ്മിപ്രിയ തന്നെയാണ് വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത്. അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു ലക്ഷ്മിപ്രിയ. ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കും. സംശയം എന്തുവാ? പരിഹാസി ആയിക്കൊണ്ടിരിക്കുമല്ലോ ദിവസത്തിന് ദിവസം. എവിടൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പരിഹാസ രൂപേണയാണല്ലോ എല്ലാവരും അതിനെ കണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പരിഹസിച്ചു പോകും. ആ രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൻസിബ ഇവരെ ആരെയും പേഴ്സണലായിട്ട് കയറി ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. പബ്ലിക്കിൽ വന്ന് പേഴ്സണലായിട്ട് ലക്ഷ്മിപ്രിയയുടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കോടതിയെ വിശ്വസിച്ച് മുന്നോട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ലക്ഷ്മിപ്രിയ അതല്ല. വേണ്ട ജാലികാരെയൊക്കെ വിളിച്ചിട്ട് ആ കുടുംബത്തെ എന്ത് നടക്കുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ടിനി ടോം വിളിച്ച് ചോദിക്കുന്നത് കന്യാകുമാരിയിൽ അൻസിബ പോയാൽ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇവരെയൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ അൻസിബ എവിടെ വരുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ? അപ്പം ഇവർ ശരിക്കും ഇതിന് മുന്നേയും അൻസിബയുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അൻസിബയുടെ ഫാൾട്ടുകൾ കണ്ടുപിടിക്കാൻ അൻസിബയിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത സംഭവങ്ങളാണല്ലോ അമ്മയിൽ അൻസിബ ചെയ്തുകൊണ്ടിരുന്നത്. അൻസിബ ചോദിച്ചതെല്ലാം കറക്റ്റ് വാലിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവർക്ക് എന്ത് ചെയ്ത് കുരു പൊട്ടിയിട്ട് ഇവർ അൻസിബയുടെ പുറകിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് കുറെ നാളായി എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. എന്തായാലും ലക്ഷ്മിപ്രിയ ഇനിയും ഇന്റർവ്യൂസ് പലതും കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ ഇനിയും ഇന്റർവ്യൂ കൊടുക്കണം, ഇനിയും ഇതിന് പുറകിൽ പോകണം, ഒരു പരിഹാസ കഥാപാത്രമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പറയും. എന്നാൽ ഇവരൊന്നും നിർത്തത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയും എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.